കണ്ണൂർ മാലൂരിൽ കെണിയിൽ കുടുങ്ങിയ പുലിയെ മയക്കുവെടി വെച്ചു. പുലിയെ വയനാട്ടിലേക്ക് കൊണ്ടുപോകും. കണ്ണൂർ മാലൂരിലാണ് കെണിയിൽ കുടുങ്ങിയ പുലിയെ മയക്കുവെടി വെച്ചിരിക്കുന്നത്. പുലിയെ അല്പസമയത്ത് വയനാട്ടിലേക്ക് കൊണ്ടുപോകും. മുഹമ്മദ് സൈഫുള്ള വിശദാംശങ്ങളുമായി. സൈഫുള്ള, ഇതിപ്പോ പന്നിക്കായി വെച്ച കെണിയിലാണ് പുലി കുടുങ്ങിയത്. ഇതിപ്പോ ലാഭമായല്ലോ എന്നൊക്കെ വേണമെങ്കിൽ തമാശയിൽ പറയാം. പക്ഷെ ആ നാട്ടുകാരുടെ ഒരു ആശങ്ക കൂടുന്നതോ അല്ലെങ്കിൽ ആശങ്കയിൽ ഒരു ആശ്വാസത്തിന് വഴിമാറുന്നതൊക്കെയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും പുലിയെ മയക്കുവെടി വെച്ചിരിക്കുന്നു. ഇനിയുള്ള വനംവകുപ്പിന്റെ നീക്കങ്ങൾ എങ്ങനെയാണ്? സൈഫു, ഈ പ്രദേശത്ത് ഇതിനോട് ചേർന്നുള്ള ഒരു 8 കിലോമീറ്റർ അടുത്തുള്ള ഒരു പ്രദേശത്ത് ഒരു വർഷത്തിനിടയിൽ ഒരു പുലി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെ പിടികൂടാൻ വേണ്ടി സാധിച്ചിട്ടില്ല. പുലിയെ കണ്ട ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് പരിശോധന നടത്തിയപ്പോൾ പുലി തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു. പിന്നീട് അവിടെ കൂടുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പുലിയെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതിനിടയിലാണ് ഇപ്പോൾ പന്നിക്ക് വെച്ച കെണിയിൽ, കാട്ടുപന്നിക്ക് വെച്ച കെണിയിൽ പുലി കുടുങ്ങിയത്. രാവിലെ വെറ്റിനറി സംഘവും അതുപോലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമൊക്കെ സ്ഥലത്തെത്തി കെണിയിൽ വീണ പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള നടപടിയൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പുലിക്ക് നേരെ രണ്ട് റൗണ്ട് മയക്കുവെടിയാണ് വെച്ചത്. ആദ്യം ഒരു മയക്കുവെടി വെച്ചതിന് ശേഷം പുലി മയങ്ങി വീണില്ല. പിന്നീട് ഒരല്പം ദൂരെ നിന്ന് പുലിക്ക് ഒരു ബൂസ്റ്റർ ഡോസ് നൽകി. അതിനുശേഷവും പുലി മയങ്ങാത്തതിനെ തുടർന്നാണ് വീണ്ടും ഒരു റൗണ്ട് കൂടെ മയക്കുവെടി വെച്ചത്. ഇപ്പോൾ പുലി മയങ്ങി എന്നാണ് കരുതുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഒരല്പം ദൂരത്ത് നിന്ന് പുലിയെ നിരീക്ഷിക്കുന്നുണ്ട്. മയങ്ങി എന്ന് ഉറപ്പാക്കിയതിന് ശേഷം പുലിയുടെ അടുത്തേക്ക് വെറ്റിനറി സംഘവും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അവിടെ പോകും. പിന്നീട് അതിൻ്റെ ആരോഗ്യനില നിരീക്ഷിക്കും. ഈ കെണിയിൽ വീണ പുലിയുടെ കുരുക്ക് വീണത് പുലിയുടെ വയറ് ഭാഗത്താണ്. അപ്പോൾ ആരോഗ്യകരമായിട്ട് പുലിക്ക് ഒരല്പം പ്രശ്നം കൂടെയുണ്ട്. ആ കാര്യങ്ങൾ കൂടെ ഒന്ന് വെറ്റിനറി സംഘത്തിന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ശേഷം മാത്രമായിരിക്കും പുലിയെ ഇവിടെ നിന്ന് കൊണ്ടുപോവുക. പുലിയെ കൊണ്ടുപോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ പുലി കെണിയിൽ വീണ സമയത്ത് തന്നെ ഒരല്പം ദൂരത്ത് നിന്ന് ബൈനോക്കുലർ വെച്ച് പുലിയെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ആരോഗ്യസ്ഥിതിയും അതുപോലെ അത് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളത് ഒരു അല്പം അഗ്രസീവ് ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് പിന്നീട് ആദ്യ റൗണ്ട് വെടിവെച്ചത്. ഏതാണ്ട് ഒരു 20 മീറ്റർ ദൂരെ നിന്നാണ് വെറ്റിനറി സർജൻ ഏലിയാസ് റാവുത്തർ പുലിക്ക് നേരെ ആദ്യ റൗണ്ട് വെടിവെച്ചത്. പിന്നീട് പുലിയെ നിരീക്ഷിച്ചു. അപ്പം പുലി മയങ്ങിയില്ല എന്നുറപ്പാക്കി. പിന്നീട് ഒരല്പം ദൂരം പോയി ഒരു പ്രത്യേകതരം വടി ഉപയോഗിച്ച് പുലിക്ക് ഒരു ബൂസ്റ്റർ ഡോസ് നൽകി. അതിനുശേഷമാണ് രണ്ടാം റൗണ്ട് വെടി പുലിക്ക് നേരെ വെച്ചത്. പുലി മയങ്ങി എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ കരുതുന്നത്. പുലിയുടെ മറ്റ് ഒരല്പം ദൂരെ നിന്നുകൊണ്ട് പുലിയെ കാണാൻ പറ്റുന്ന രീതിയിൽ നിരീക്ഷിക്കുന്നുണ്ട്. പുലി ഉള്ളതൊരു കൊക്കയിലാണ്. അതായത് ഇവിടെ ഒരു വീട്ടിലേക്ക് ഒരു രവീന്ദ്രൻ എന്ന് പറയുന്ന ആളുടെ പറമ്പിനോട് ചേർന്നുള്ള അവിടെ ഒരു കുഴിയുണ്ട്. ആ കുഴിയിലാണ് ഈ പന്നിക്കിണി സ്ഥാപിച്ചത്. അവിടെയാണ് പുലി വീണത്. ഒരു താഴ്ചയിലായതുകൊണ്ട് തന്നെ ഒരല്പം ഉയർച്ചയുള്ള സ്ഥലത്ത് നിന്ന് ഒരു കുന്നും പ്രദേശത്ത് നിന്ന് പുലിയെ നിരീക്ഷിക്കുന്നുണ്ട്. ബൈനോക്കുലർ വെച്ചാണ് പുലിയുടെ കാഴ്ചകളൊക്കെ നിരീക്ഷിക്കുന്നത്. ഇപ്പോൾ അല്പം അടുത്തുകൂടെ വെറ്റിനറി സംഘവും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമൊക്കെ പുലിയുടെ ഒരല്പം അടുത്തേക്ക് കൂടെ എത്തിയിട്ടുണ്ട്. ഒരല്പം അടുത്ത് നിന്ന് തന്നെയാണ് കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്നത്. പുലി മയങ്ങി എന്ന് തന്നെയാണ് കരുതുന്നത്. മയങ്ങി എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അവിടെ എത്തി അതിന് വേണ്ട മറ്റ് കാര്യങ്ങളൊക്കെ നൽകും. അതിനുശേഷം ദൂരെ നിന്ന് പുലിയെ നിരീക്ഷിക്കുകയാണ് വനപാലകർ. പുലി പൂർണ്ണമായി മയങ്ങി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പുലിയെ പിടികൂടിയതിനു ശേഷം മറ്റൊരിടത്തേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു നടപടിക്രമങ്ങളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. മുഹമ്മദ് സൈഫുള്ളയാണ് വിശദാംശം നൽകിയത്.